മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡായ റോട്ടറി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകി. റോഡിന്റെ ഉദ്ഘാടനം LDFും UDFും വെവ്വേറെ സംഘടിപ്പിച്ചു. രാവിലെ തന്നെ LDF പ്രവർത്തകർ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയപ്പോൾ 10 മണിയോടെ MLAയുടെ നേതൃത്വത്തിൽ വീണ്ടും റോഡിന്റെ ഉദ്ഘാടനം നടത്തി. റോഡ് ആര് ഉദ്ഘാടനം ചെയ്താലും കുഴപ്പമില്ല. നഗരത്തിലെ ഗതാഗത കുരുക്ക് സുഗമമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും പ്രദേശവാസികളും. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ മൂവാറ്റുപുഴ നഗരത്തിലെ റോട്ടറി റോഡ് LDFും UDFും വെവ്വേറെ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോട്ടറി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. വൺ വേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിലാണ് റോട്ടറി റോഡ് അവസാനിക്കുന്നത്. റോഡിൽ പല സ്ഥലങ്ങളിലും കുഴികൾ രൂപപ്പെട്ട് അപകടകരമായ രീതിയിലായിരുന്നു റോഡിന്റെ അവസ്ഥ ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ തുകയുപയോഗിച്ച് വിവിധ ഭാഗങ്ങളിൽ കലുങ്കുകൾ നിർമ്മിക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ടൈൽ വിരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ റോഡാണ് ഇന്ന് രാവിലെ LDF പ്രവർത്തകർ ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയെങ്കിലും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് റോഡ് തുറന്നു നൽകാൻ അധികാരികളോ ജനപ്രതിനിധികളോ തയ്യാറാകുന്നില്ലെന്നാരോപിച്ചാണ് LDF പ്രവർത്തകർ റോട്ടറി റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അത് MLA അറിയണ്ട, അല്ലെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഭരണസമിതി വരെ അറിയാതെ കണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കിട്ടിയിരിക്കുന്ന തുക ഒരു റോഡിന് വേണ്ടി 34 ലക്ഷം രൂപയാണ് ഇന്ന് ഈ കാണുന്ന റോട്ടറി റോഡിലേക്ക് അവിടെ കട്ട വിരിക്കുന്നതിന് അത്യാവശ്യം മെനപ്പെടുത്തുന്നതിന് വേണ്ടി തന്നിട്ടുള്ളത്. ഈ പൈസ ഉപയോഗിച്ച് ഏതാണ്ട് ഒരു 8 മാസത്തോളമായി പൈസ വന്നിട്ടും അതിങ്ങനെ വച്ച് താമസിപ്പിച്ച് അവസാനം തെരഞ്ഞെടുപ്പ് സമയം അടുക്കാറായപ്പോൾ ഏതാണ്ട് 1.5-2 മാസക്കാലം ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഏതാണ്ട് 100 മീറ്ററോളം വരുന്ന സ്ഥലത്ത് കട്ട വിരിക്കുന്നതിന് വേണ്ടി 1.5 മാസം എടുത്ത ഒരു വർക്ക്, 2.5 മാസത്തോളം എടുത്ത വർക്കാണ് ഇവിടെ ഇപ്പൊ ഈ അടുത്ത് നടന്നത്. അത് ജനങ്ങളെ ആകമാനം പട്ടണം വീർപ്പ് മുട്ടിയ സമയത്ത് ഈ റോഡ് തുറന്നു കൊടുക്കണമെന്ന് ഇടതുപക്ഷ പ്രവർത്തകര്, ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടിട്ടും പണി പിന്നീട് എന്ന് പറഞ്ഞ് വച്ച് താമസിപ്പിച്ച് ഇപ്പോൾ ഈ വർക്ക് തീർന്നിരിക്കുക. മുൻപ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളും അവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വൺ വേ ജംഗ്ഷൻ മുതൽ കീച്ചേരിപ്പടി വരെ ഒറ്റ ലൈൻ ഗതാഗതം മാത്രമാണുള്ളത്. LDF പ്രവർത്തകരുടെ റോഡ് ഉദ്ഘാടനത്തിന് ശേഷം 10 മണിയോടെ കാവുങ്കര ബസ് സ്റ്റാൻഡിന് സമീപം മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ വീണ്ടും റോഡിന്റെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാന ഗവൺമെന്റിന് അഭിവാദ്യമർപ്പിച്ച് LDF പ്രവർത്തകരും MLAയ്ക്കും ജനപ്രതിനിധികൾക്കും അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകരും ഫ്ലക്സുകളും സ്ഥാപിച്ചിരുന്നു. UDFന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും LDF പ്രവർത്തകരെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മൂവാറ്റുപുഴ നഗരത്തിൽ വരാൻ പോകുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ LDF പ്രവർത്തകർക്ക് പങ്കെടുക്കാമെന്നും അവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തു നൽകാമെന്നും മാത്യു കുഴൽനാടൻ MLA LDF പ്രവർത്തകർക്ക് മറുപടിയായി പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിങ്ങോട്ട് എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള വെപ്രാളം ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് ആർക്കെങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഞാൻ അവരെ അനുവദിക്കുമായിരുന്നു. എനിക്ക് അതിനും കുഴപ്പമുള്ള കാര്യമില്ല. CPMകാർക്ക് ആർക്കെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി അനുവദിച്ച പൈസയാണ്, റോഡാണ്, ഞങ്ങൾക്ക് അതൊന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്, അതിയായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഞങ്ങളിങ്ങനെ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി വെപ്രാളം കൂട്ടുന്നവരല്ല. ഇനിയിപ്പോൾ എനിക്ക് സംശയം, മൂവാറ്റുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ടതില്ല എന്നൊരു നയം CPMനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ക്ഷണിക്കുന്നത് ഇങ്ങനെ ചെറിയ 30 ലക്ഷം രൂപയുടെ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വരണ്ട. ഇവിടെ ഉദ്ഘാടനം ചെയ്ത സഖാവിനെ 2 വലിയ ബൃഹത്തായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ബാക്കിയുണ്ട്. 89 കോടി രൂപ മുടക്കി നിർമ്മിച്ച മധുര തേനി ഹൈവേയുടെ ഉദ്ഘാടനം ഇതുവരെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല. 87 കോടി മുടക്കി നിർമ്മിച്ച കക്കടാശ്ശേരി കാളയാർ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇതുവരെ ഈ സർക്കാർ നിർവഹിച്ചിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞു അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തണം. കാരണം ഞാൻ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഇത്രയും വൈകിയ നിലയ്ക്ക് നിങ്ങളൊക്കെ അത് മറന്നുപോയിട്ടുണ്ടാവും. ആ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താത്തപ്പോൾ MLA എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഞാനത് ചെയ്യാത്തത് അതൊരു രാഷ്ട്രീയ മര്യാദ അല്ലാത്തതുകൊണ്ടാണ്. ഇത്രയും വലിയ പദ്ധതികൾ മൂവാറ്റുപുഴയിൽ നടന്നു എന്നത് ജനങ്ങൾ അറിയരുത് എന്നതുകൊണ്ട് മൂവാറ്റുപുഴയിൽ ഒരു ഉദ്ഘാടനവും വേണ്ട എന്നുള്ളത് CPMന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അടവുകൾ ഇവിടെ വിലപ്പോകില്ല, അതിന് ഞങ്ങൾ നിന്നു തരില്ല. പക്ഷെ രാഷ്ട്രീയ മര്യാദ ഉണ്ട് എന്നത് കരുതി
ഇത് നിങ്ങൾ നിങ്ങളുടെ അടവ് നയങ്ങളുമായി വന്നാൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ഈ തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്, ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും സഖാക്കന്മാരോ നേതാക്കന്മാരോ CPM ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. അവർക്ക് അതിനുള്ള അനുമതി തരാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ജനങ്ങൾ മണ്ടന്മാരല്ല. LDFും UDFും മാറി മാറി ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രദേശവാസികളെയോ വാഹനയാത്രക്കാരെയോ ഇതൊന്നും ബാധിക്കുന്ന സാഹചര്യമില്ല. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഇത്ര രൂക്ഷമായിട്ടും റോട്ടറി റോഡ് അടഞ്ഞുകിടക്കുന്നത് വലിയ ഗതാഗതക്കുരുക്കാണ് സൃഷ്ടിച്ചിരുന്നത്. ആര് ഉദ്ഘാടനം ചെയ്താലും കുഴപ്പമില്ല, നഗരത്തിലെ ഗതാഗതക്കുരുക്ക് മാറിയാൽ മതിയെന്നാണ് പൊതുജനപക്ഷം. മാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.